ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അനിത എന്ന കഥയുടെ 4ാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മുഷിപ്പിക്കാതെ കഥയിലേക്ക് പോയാലോ. അനിത ചേച്ചിയും ഞാനും കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അനിത ചേച്ചി എടുത്ത് പറഞ്ഞു, ചേച്ചി ചേച്ചി ഒരുപാട് സുന്ദരിയാണ് കേട്ടോ. ചേച്ചി കുറച്ചുകൂടി ഒന്ന് റെഡിയായാൽ മതി, ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ. ഞാൻ അനിത ചേച്ചി ഇട്ടിരുന്ന ആ നൈറ്റ് ഡ്രസ്സ് തന്നെ നോക്കി നിന്നു. ഈ ഡ്രസ്സ് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ചേച്ചി ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കാം. ആ സമയമായിരുന്നു അമ്മായിമ്മ അതുവഴി ഒന്ന് പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടത്. അവർക്ക് കണ്ണ് നന്നായിട്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പതുക്കെ ചുവരുകളിൽ തപ്പിത്തടഞ്ഞു പോകുന്നത് ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. അവർ പതുക്കെ അടുത്ത മുറിയിലേക്ക് നീങ്ങിയതും അനിതച്ചി ഒന്ന് ദീർഘശ്വാസം വിട്ടു. അതിനുശേഷം അനിതച്ചി ഇട്ടിരുന്ന നൈറ്റ് ഡ്രസ്സ് ഒന്ന് റെഡിയാക്കിയ ശേഷം എന്നെ ഒന്ന് നോക്കി. നീ ശരിക്കും പറഞ്ഞതാണോ ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടെന്ന്? അതോ ചുമ്മാ എന്തെങ്കിലും തള്ളിവിട്ടതുമല്ലോ? അത് പറയുമ്പോൾ ഞാൻ ഒരു പുഞ്ചിരിയോടെ അനുജിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങി നിന്നു. പിന്നെ അല്ലാതെ, ചേച്ചിക്ക് എപ്പോഴും പേടിയാണ്. ഈ ആഭരണങ്ങളും പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമല്ല ഒരാളെ ഇങ്ങനെ മനോഹരമാക്കുന്ന കാര്യങ്ങൾ. ആളത്രയും ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടെങ്കിൽ, ചേച്ചിയെ പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ചിരി മാത്രം മതിയല്ലോ ഇത്രയും അടിപൊളിയാവാൻ. ഞാനത് പറയുന്ന സമയത്ത് അനധിഷ്ഠിത മുഖത്ത് ഒരു നാണം വിരിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, തന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ, തന്നെ സപ്പോർട്ട് ചെയ്യാനും ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു അനുചേച്ചിക്കപ്പോൾ. പെട്ടെന്ന് ചേച്ചി എന്നോടായിട്ട് പറഞ്ഞു, നീ ഉള്ളത് കൊണ്ടാ ഇടയ്ക്ക് ഞാനൊന്ന് ചിരിക്കുന്നത്. നീ വന്നതിന് ശേഷമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് വെച്ചത്. അല്ലെ പിന്നെ ഈ വീടിന് 4 ചുവരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം ശ്വാസം മുട്ടിപ്പോയനെ. അത് പറയുമ്പോൾ അനുചേച്ചിയുടെ ശബ്ദം ഒന്ന് ഇടർന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ചേച്ചിയെടുത്ത് പറഞ്ഞു, അതൊക്കെ വിട് ചേച്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതാലോചിച്ചിരുന്നാൽ മാത്രം മതി എന്ന് ഞാൻ അനിത ചേച്ചിയെ ഒന്ന് സമാധാനിപ്പിച്ചു. അതൊക്കെ പോട്ടെ, ഇന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ചേച്ചി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് വേണ്ടത്. ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റൂ. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റുള്ള ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അടുക്കളയിലെ പാത്രങ്ങൾ കഴുകുന്നതിനിടയ്ക്കും അനിതേശി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്ഥിരം സോഫയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അടുക്കളയിൽ നിന്നും വരുന്ന ആ ഒരു മണം, ചിക്കൻ കറിയുടെ ആ ടേസ്റ്റ്, അതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു ഗ്ലാസ് ചായയുമായിട്ട് എനിക്ക് കൊണ്ടുതന്നു. ഞാൻ ആ ചായ വാങ്ങിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു പുഞ്ചിരി സമ്മാനിച്ചു. ആ ചൂട് ചായ തരുന്ന സമയത്തും ആ തണുത്ത വിരലുകൾ എൻ്റെ കൈകളിൽ സ്പർശിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം ഞാൻ മനസ്സിലാക്കി, ആ തണുത്ത വിരലുകൾക്ക് ഒരുപാട് ജോലി ചെയ്തതിൻ്റെ ക്ഷീണമുണ്ടെന്ന്. എന്താണ് നീ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുചേച്ചി എൻ്റെ തൊട്ടരികിലായി തറയിലായിട്ട് ഇങ്ങനെ ഇരുന്നു. ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തു തരാമോ എന്ന് ഞാൻ വിചാരിച്ചു പോയതാ. ഞാനത് പറയുന്ന സമയത്ത് ചേച്ചി ഒന്ന് സമാധാനിച്ചു. ശേഷം ഒരു പുഞ്ചിരിയോടെ ചേച്ചി അത് പറഞ്ഞു, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ഇടയ്ക്ക് വിശേഷങ്ങൾ ചോദിക്കാനും എന്തെങ്കിലും സംസാരിക്കാനുമൊക്കെ. അത് ചേച്ചി ഒരു പുഞ്ചിരിയോടെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചായ തൊണ്ടയിൽ നിന്നിറക്കി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒളിച്ചു വെക്കാൻ ഒരു കാര്യങ്ങളുമില്ലല്ലോ, എല്ലാം ഓപ്പൺ അല്ലേ. അതുമാത്രം ചേച്ചി ആലോചിച്ചാൽ മാത്രം മതി. അത് പറഞ്ഞുകൊണ്ട് അനുചേച്ചി അകത്തേക്ക് പോകുന്ന സമയത്ത് അനുചേച്ചിയുടെ നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ഭാഗം താഴെ കിടന്ന് എഴയുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു വെസ്റ്റേൺ ലുക്കിൽ പെട്ടെന്നൊരു ബ്രൈഡ് നടന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ കാഴ്ച കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് താഴെ കിടന്ന് എഴയുന്ന ആ നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ഭാഗം അത് ചേച്ചിയുടെ കയ്യിലായിട്ട് എടുത്തു കൊടുത്തു. ഇത് കുറച്ചുകൂടി മുകളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴെ കിടന്ന് എഴയത്തില്ല എന്ന് മാത്രം ചേച്ചിയെടുത്ത് പറഞ്ഞു. പക്ഷേ അനുചേച്ചിക്ക് ആ നടുവേദനയുടെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലായിരുന്നു. ചേച്ചി എന്തെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് അത് പിടിച്ചു വെക്കേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു. കാരണം ചേച്ചിക്ക് ഇതിനകത്തൊന്നും എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ആകെ ഭർത്താവായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടും, പക്ഷേ ഇതെങ്ങനെ എടുക്കണം എന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇടണം എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുചേച്ചിക്ക് യാതൊരു വശമില്ല. ചേച്ചി വെറും ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ സ്ത്രീയാണ്. ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ മോഡേൺ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെയല്ലേ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും ഞാനായിട്ട് പറഞ്ഞു. പെട്ടെന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കാണെന്നുണ്ടെങ്കിൽ
ഇതൊക്കെ ചേരുന്നുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന നൈറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതിലേക്ക് നടക്കുന്ന ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക? അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇടാനെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായി പോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അനുജ ചേച്ചി അത് പറയുന്ന സമയത്ത് ഞാൻ അനുജ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു നിരാശയും പിന്നെ എന്തൊക്കെയോ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അനുജ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒട്ടും വിഷമിക്കണ്ട, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരത്തില്ലേ. എന്തെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും ശരി തന്നെ, ഓരോന്ന് പഠിച്ചെടുക്കാനാണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം ചേച്ചിക്ക് എന്ന് മാത്രം അനുജ ചേച്ചിയോട് ഞാൻ പറഞ്ഞു. അത് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. ശരിക്കും ഞാൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന് ചോദിച്ചാൽ, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കിതിലും ഗുണമായത്. അപ്പോൾ തന്നെ ചേച്ചിക്ക് ഓരോ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഒന്നും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേച്ചിയും കൂടെ അകത്തേക്ക് പോയി. ചിക്കൻ കറി ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചിക്കൻ കറിയുടെ മണം അവിടെ കടിച്ചു. മുറിയിലേക്ക് ഏകദേശം ഒരു വാസനയൊക്കെ വന്ന സമയത്ത് ഞാൻ തന്നെ അനുജച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു വാസന വരുന്നുണ്ടല്ലോ, ചേച്ചിയുടെ ആ ഒരു കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കുമല്ലേ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ അലമാരിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വാരി താഴേക്കിട്ടു. ഇതിലേത് വേണം ചേച്ചിക്ക് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എല്ലാം കൺഫ്യൂഷൻ അടിച്ച് വണ്ടടിക്കുന്നുണ്ടായിരുന്നു. ഇതിലേത് വേണം എന്നുള്ള കാര്യങ്ങൾ ഓരോന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടുന്ന സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഓരോ മാച്ചിങ് ജോഡീസ് ഉണ്ട്, അത് വെച്ച് വേണം ഇടാൻ. പിന്നെ ഓരോ ഡ്രസ്സ് ഇടുന്ന സമയത്തും ഓരോ റിങ്സ് കാര്യങ്ങൾ വാച്ച് അതെല്ലാം സെപ്പറേറ്റ് നമുക്ക് എടുക്കണം. അതൊക്കെയുണ്ട്. അത് പക്ഷേ ചേച്ചിക്ക് ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അതെല്ലാം അവിടെ തന്നെ എടുത്തു വെച്ചേക്കാണ്. ഇതെല്ലാം ചേച്ചിയെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ നിന്നും ഒരു ഡ്രസ്സ് എടുത്ത് ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊന്ന് ഇട്ട് നോക്ക്, ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന് ജോഡീസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കാം. അപ്പോഴത്തേക്കും പിന്നെ ഒരു മോഡേൺ ലുക്കാക്കി മാറ്റാൻ നോക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അനുചേച്ചി അതെടുത്തതിന് ശേഷം ഒന്ന് നോക്കി, ഈ ഡ്രസ്സോ എന്ന് പറഞ്ഞ് അനുചേച്ചി എനിക്ക് കണ്ണിങ്ങനെ ഉറപ്പിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതെ ഈ ഡ്രസ്സ് തന്നെയാണ് ഇന്ന് ചേച്ചി ഇടാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതെ ഇട്ടിട്ട് തന്നെ വിളിക്കട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റാക്കാനുണ്ട്. ഇനി ചെറിയ ചെറിയ മേക്കപ്പുകളുണ്ട്, അതും ഞാൻ തന്നെ ചെയ്തുതരാം. പിന്നെ മുടി ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ കുറച്ച് ചെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു മാല, നെക്ലസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബാഗ്, വാനിറ്റി, അതൊക്കെ ഇട്ട് കഴിയുമ്പം എന്തായിരിക്കും ചേച്ചിയുടെ ലുക്ക് എന്ന് നോക്കട്ടെ. ഒരു ഫാഷൻ പരേഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ഡ്രസ്സിനും ഓരോ പോയിൻ്റ് ഉണ്ട്, അത് ഞാൻ ഇടും കേട്ടോ. അപ്പം ചേച്ചിയുടെ ആ ഒരു ലെവലിനനുസരിച്ച് ഞാൻ പോയിൻ്റ് ഇടത്തുള്ളൂ. അതിനനുസരിച്ച് വേണം ചേച്ചി റെഡിയായി വരാൻ എന്ന് മാത്രം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ അനുചേച്ചി ചിരിക്കണോ കരയണോ ആ ഒരു അവസ്ഥയിലായിരുന്നു അനുചേച്ചിയുടെ മൈൻഡ്. അപ്പോൾ തന്നെ നോക്കി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പുഞ്ചിരിയോടെ ആ വാതിലടിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് തുറന്നിട്ട് പറഞ്ഞു, അതെ പെട്ടെന്ന് റെഡിയാവട്ടോ, സമയമില്ല. അപ്പോഴത്തേയാണെന്നുണ്ടെങ്കിൽ അനുചേച്ചി കഥ കടിച്ച് എല്ലാം റെഡിയാവാനായിട്ട് ഒരുങ്ങുന്നുണ്ടായിരുന്നു. അനുജ ചേച്ചി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പിന്നെ സോഫയിലൊന്നും ഇരിക്കാൻ പോയില്ല, നേരെ പോയി അടുക്കളയിലേക്ക്. ആ ചിക്കൻ കറി കിടന്ന് വേവുമല്ലേ, അപ്പം അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അനുജ ചേച്ചി ഉണ്ടാക്കിയ ആ കറിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാത്രം തുറന്നു വെച്ചു. ശേഷം അതിൽ നിന്നും ചെറിയൊരു ചിക്കൻ്റെ കഷ്ണം എടുത്തു, ഇച്ചിരി ഗ്രേവിയും അതൊരു ചെറിയ പാത്രത്തിലാണ് എടുത്തു വെച്ചത്. അതുമായിട്ട് നേരെ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് പോയിരുന്നു. ശകലം എടുത്തിട്ട് ഞാനിങ്ങനെ കഴിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കഴിച്ച സമയത്ത് തന്നെ നാവിൽ വെള്ളം ഊറി. അത് മറ്റു കൊണ്ടല്ല, അതിന് ചേച്ചിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളുമായിരുന്നു എനിക്ക് അപ്പം തന്നെ പിടിച്ചത്. എന്നാ ടേസ്റ്റാണ്, അനുചേച്ചി പോലെ തന്നെ ഉപ്പും പൊടിയും എരിവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു ടേസ്റ്റോടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ചാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാൻ തോന്നിയില്ല. ആ ചാറ് മുഴുവനായിട്ടും ഞാൻ ഒരു വിരലുകൾ കൊണ്ട് അത് രുചിച്ചെടുത്തു. എന്നിട്ട് ഞാനൊരു സമാധാനമായിട്ടുള്ള ഫീലിൽ ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അനുചേച്ചി വാതിലൊന്ന് കൊട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് കയ്യൊന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകി. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ എരിവ് വരും. നല്ല എരിവുണ്ടായിരുന്നു കറിക്ക്.
അങ്ങനെ എല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് ചെന്നു. വാതിൽ മെല്ലെ തുറന്നു നിന്നപ്പോൾ അനുചേച്ചി ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുകയാണ്. വാവ്, അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് ഇപ്പം അനുചേച്ചി കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ആ മുഖത്ത് ഒരു നാണവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു. അത് കാണാൻ നല്ല ചേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അനുചേച്ചിയെ ആ കണ്ണാടിയുടെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. ദേ നോക്കിയേ, ഇപ്പം എന്തായി, സൂപ്പറായിട്ടുണ്ടല്ലോ, ആളിപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, ദേ ഇങ്ങനെ വേണം ഒരുങ്ങി നടക്കാൻ എന്ന് പറഞ്ഞതിന് ശേഷം അനുചേച്ചിയെ ഞാനൊരു കസേരയിലേക്ക് പിടിച്ചിരുത്തി കണ്ണാടിയുടെ മുന്നിലിരുത്തി. നീ കണ്ണടച്ചോളൂ, നീ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പരിപാടികളൊക്കെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനും പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ട സാധനങ്ങളാണ്. ചേച്ചിക്കാണെങ്കിൽ അതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. പിന്നെ വേറെ ഒന്നും കൊണ്ടല്ലോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് പഠിക്കണമെന്നൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അനുചേച്ചിക്ക് ചെയ്ത് കൊടുക്കുമ്പം എന്താണെന്ന് അറിയാനും ഒരു ടേസ്റ്റ്. അത് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഗുഡൻസ്. അത് തന്നെയായിരുന്നു അനുചേച്ചിയെ ഞാനവിടെ പിടിച്ചിരുത്തിയതും. പിന്നെ തൊട്ട് എൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസ് പണികളും കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങി വെച്ചു. ഞാൻ ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ എടുത്തു. ശേഷം അനുചേച്ചിക്ക് ഞാനത് കാണിച്ചു കൊടുത്തു. ദേ ഇതാണ് സാധനം, ആദ്യം ഇതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തു. പെട്ടെന്ന് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അനുചേച്ചിക്ക് അത് തണുപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ സൺസ്ക്രീൻ എടുത്തിട്ട് കാണിച്ചു. ദേ ഇതാണ് സൺസ്ക്രീനും, വെയിലത്ത് പോകുമ്പോൾ മാത്രം ഇട്ടാൽ മതി, ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഇട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനുചേച്ചിക്ക് ഞാൻ മുഖത്ത് ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ആളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിശയത്തോടെ അങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് തന്നെ കയ്യിൽ പിടിച്ച് ചോദിച്ചു, നിനക്കിതെല്ലാം അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ എടാ ഭയങ്കര എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമ്പോൾ സമയത്ത് തന്നെ നിനക്കെല്ലാം അറിയാമല്ലേ, എന്നെ ഇതെല്ലാം പഠിപ്പിക്കണം കേട്ടോ എന്ന് തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആ സമയത്ത് മുഖത്ത് നല്ല രീതിയിൽ ഫേഷ്യലും ആ ഒരു കാര്യങ്ങൾ ഫൗണ്ടേഷൻ നന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറിയ ചെറിയ ഒരു പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ലൈറ്റായിട്ട് സുന്ദരിയായിട്ട് എടുത്തു. ഇപ്പം തന്നെ ഒന്ന് നോക്കിയ ചേച്ചി, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് നോക്കുന്ന സമയത്ത് അനുചേച്ചിക്ക് തന്നെ ആ ഒരു മാറ്റം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി മുടിയുടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെട്ടെന്ന് കെട്ടിവെച്ചിരുന്ന ആ മുടി ഞാൻ അഴിച്ചിട്ടു. അപ്പം തന്നെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു അനുചേച്ചി. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ മുടി ഒന്ന് സൈഡിലേക്ക് ചീകിയിട്ടു. ഞാൻ കുറച്ച് മുടി ഒന്ന് കട്ട് ചെയ്തോട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ അനുചേച്ചി പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ആ മുടിയുടെ ഒരു തുമ്പ് മാത്രം ചെറുതായിട്ടൊന്ന് ഒരു വി ഷേപ്പിൽ, എന്തൊക്കെയായാലും അത് കോര് പോലെ കിടക്കല്ലേ, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ മതിയല്ലോ, ഞാനത് കട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്തു താഴെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒരു പേടിയും ഭയവും പിന്നെ ഒരു ചെറിയ വിഷമവും തൻ്റെ മുടി പോകുന്നതിലുള്ള അതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ ചെറിയ രീതിയിൽ മാത്രമാണ് കട്ട് ചെയ്തത്. ചെറിയ രീതിയിൽ കട്ട് ചെയ്തതിനു ശേഷം ഞാൻ ചേച്ചിയെ ഒന്ന് പിടിച്ച് തിരിച്ചു വെച്ചു. ദേ നോക്കിക്കേ, ഒന്ന് തിരിഞ്ഞു നോക്ക്. അങ്ങനെ നോക്കുമ്പോൾ മുടിയുടെ ആ ചന്തം ചേച്ചിക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇത് കണക്ക് തന്നെ ഞാൻ ഫ്രണ്ടിലും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ഒന്ന് ഷേപ്പായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനത് കട്ട് ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് ആ വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടാ വേണ്ട, എന്തെങ്കിലും പണിയായാലോ എന്നൊക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോൾ ചേച്ചിക്ക് ഒരു ചെറിയ കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനത് സമാധാനിപ്പിച്ചു കൊടുത്തപ്പോൾ എല്ലാം റെഡിയായി. അങ്ങനെ അതും കട്ട് ചെയ്തതിനു ശേഷം ചെറിയ രീതിയിൽ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു. അതും ഭർത്താവ് കൊടുത്തുവിട്ടിട്ട് ആ സ്ട്രെയിറ്റ്നർ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആളൊന്ന് അടിപൊളിയായി സൂപ്പറായി. ആ മുടി നല്ല സെറ്റായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മോഡേൺ ഡ്രസ്സിൽ ഫൗണ്ടേഷൻ ഇട്ട് ആ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ കാണാൻ വലിയൊരു ബോളിവുഡ് ലുക്കിലൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ അനുചേച്ചി ഒന്ന് അമ്പരപ്പിച്ചുകൊണ്ട് താടിയിൽ കൈവച്ചു. ചേട്ടാ ഇത് ഞാൻ തന്നെയാണോ? ഇതിപ്പോൾ എന്നെ കണ്ടാൽ സിനിമ നടിമാരെ പോലെ ഉണ്ടല്ലോ എന്ന് തന്നെ സ്വയം ഒന്ന് പുകഴ്ത്തി അനുചേച്ചി. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുചേച്ചി ഒന്ന് തിരിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സൂപ്പറാണ് കേട്ടോ, നീ ഇതൊന്നും അല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വല്ല മേക്കപ്പ് ആർട്ടിസ്റ്റും ആവണം, നല്ല പ്രൊഫഷണലായിട്ടുള്ള, അങ്ങനെ നിനക്ക് കഴിവുണ്ട്. എത്ര ഇതായിട്ടാണ് നീ ചെയ്തേക്കുന്നത്, ലൈറ്റായിട്ടാണെങ്കിലും നീ ചെയ്തത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നീ എവിടുന്ന് പഠിച്ചെൻ്റെ ചെക്ക? ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുചേച്ചി ചോദിച്ചുകൊണ്ട് ഒരു അതിശയത്തോടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു പുഞ്ചിരി മാത്രം ഞാൻ നൽകി അനുചേച്ചി ഒന്ന് സമാധാനിപ്പിച്ചു.
പെട്ടെന്ന് ഞാൻ അനുശേഷിയോട് പറഞ്ഞു, കൂൾ ഡൗൺ ബേബി, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല, നമുക്കിനിയും കാര്യങ്ങൾ ഒരുപാടുണ്ട്, അതെല്ലാം തീർത്തട്ടെ നമുക്കെല്ലാം ശരിയാക്കാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രം അനുശേഷി പറയുന്ന സമയത്ത് ഒരു പുഞ്ചിരി മാത്രം പറഞ്ഞ്, ആ നടക്കട്ടെ, എന്തായാലും നിന്റെ ആ ഒരു അഭ്യാസത്തിനെല്ലാം ഞാനിങ്ങനെ ഇരുന്ന് തരാം, എനിക്ക് അതെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് അനുശേഷി പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന സമയത്ത് അനുശേഷി വീണ്ടും പറഞ്ഞു, നീ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്താൽ ഞാൻ നോക്കട്ടെ നിന്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ, അതിനുശേഷം വേണം ചേട്ടനെ കൊണ്ട് നമുക്കൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ, എന്നിട്ട് നീ തന്നെ മേക്കപ്പ് മാനും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ബാക്കിയുള്ള കടമ്പകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരെ ഒരു മാലയായിരുന്നു. അത് നെക്ലസ് പോലത്തെ ഒരു മാല, അത് അനുസരിച്ച് ഇട്ടുകൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നെക്സ്റ്റ് എൻ്റേതായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ശേഷം ഉടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, എന്നെ കണ്ടാൽ ആരായാലും ഒന്ന് അതിശയിച്ച് പോകലോടാ, ഇച്ചിരി കാശുള്ള വീട്ടിലാണെന്നൊക്കെ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് പോവും അല്ലേ എന്ന് അനുചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ വാനിറ്റി ബാഗ് എടുത്ത് കൊടുത്തു. പിന്നെ ആ കളറിലുള്ള ഒരു വാച്ചും. ഇപ്പം നോക്കി സൂപ്പറായിട്ടില്ലേ, ഒരു പ്രൊഫഷണൽ ലുക്ക്. ഇപ്പം ചേച്ചി ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആൾക്കാർ വീണു പോവും, ആ രീതിയിലാണ് ലുക്കും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ അനുസരിച്ചിട്ട് പറഞ്ഞു. ഓ അതൊന്നും വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി, നമുക്ക് ഈ വീട്ടിൻ്റെ ചുമരുകളിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പിന്നെ ആരെങ്കിലും വരുമ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ നിനക്ക് ഇറങ്ങിച്ചെന്നിട്ട്, അത് തന്നെ അനുചേച്ചി പറഞ്ഞു. പാവം അനുചേച്ചി, ഇതൊക്കെ ഒരുപാട് ആസ്വദിക്കാൻ അനുചേച്ചിക്കും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നും ഈ വീട്ടിനുള്ളിൽ കഴിയുന്നത് നടക്കില്ലല്ലോ എന്ന് ആ ഒരു കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് തന്നെ അനുസരിച്ച് പറയാൻ തുടങ്ങി, ചേച്ചി ഒരു ടൂറോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം, അങ്ങനെ എവിടെയെങ്കിലും അടുത്ത സ്ഥലങ്ങളിലാണെങ്കിലും ഒന്ന് പോയി എൻജോയ് ചെയ്യണം കേട്ടോ, അല്ലാതെ ലൈഫ് ഇങ്ങനെ ഇതിനകത്ത് മാത്രം ഇങ്ങനെ ചുരുണ്ടുകൂടി പോകുന്നത് എനിക്കൊട്ടും താല്പര്യമായിട്ട് തോന്നുന്നില്ല, ചേച്ചിക്കും അത് ആരോഗ്യത്തിന് നല്ലതായിരിക്കില്ല എന്ന് മാത്രം പറയുന്ന സമയത്ത് അനുചേച്ചി ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ എൻ്റെ കുട്ടാ, ഇവിടെ തന്നെ ഞാൻ ഇങ്ങനെ നിന്ന് പോയില്ലേ. അങ്ങനെ ആ ദയനീയമായ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ അനുചേച്ചിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പോയാലോ. പെട്ടെന്ന് അനുചേച്ചി പറഞ്ഞു, ഇതൊക്കെ നടക്കുന്ന കാര്യമൊന്നുമല്ല എൻ്റെ കുട്ടാ, അവരാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി, അപ്പോൾ പിന്നെ അവസ്ഥ വേറെ ഒന്നുമല്ല, പിന്നെ നമ്മുടെ നാട്ടുകാർ അത് തന്നെ പറഞ്ഞുണ്ടാക്കണമല്ലോ, അതൊക്കെ നടക്കാൻ പറ്റില്ല എന്നൊക്കെ അനുചേച്ചി പറയുന്ന സമയത്ത് ഞാൻ തന്നെ അനുചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് ഇതിനൊക്കെ ഒരു തീരുമാനം വേണം, എന്തൊക്കെയായാലും ഇന്ന് രാത്രി നമുക്കൊന്ന് പുറത്തേക്ക് പോകാം, വേറെ ഒന്നും വേണ്ട, അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മതി. ദേ നമ്മുടെ അപ്പുറത്ത് നല്ലൊരു മലയുണ്ട്, ചേച്ചി ഇതുവരെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, അവിടെ ഒന്ന് പോകേണ്ടി വരണ്ടേ, ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ആ മല പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണ് ചേച്ചി എന്ന് ഞാൻ അനുചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ അനുചേച്ചി ഒരു ദയനീയ ഭാവത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാനത് ഒന്ന് ചൂടേറ്റി കൊടുത്തു. ചേച്ചി എന്തൊക്കെയായാലും ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്ന് പോവാം എന്ന് പറയുമ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് എൻ്റെ കൂട്ട. അമ്മായിമ്മയാണ് അനുചേച്ചി ഉദ്ദേശിച്ചത്. അവർ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, പിന്നെ നാട്ടുകാരെ അങ്ങനെ കയറിപ്പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മലയും കാടും അല്ലേ, അതിനെ അങ്ങോട്ടാരും പോകാറുമില്ല, സ്ത്രീകൾ അങ്ങോട്ട് പോയി ഞാൻ കണ്ടിട്ടുമില്ല എന്ന് തന്നെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അനുചേച്ചി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ആരും കാണാതാണെങ്കിൽ പോകുന്നെങ്കിലോ. പെട്ടെന്ന് തന്നെ അനുചേച്ചി പറഞ്ഞു, ഈ പകലെന്ന് എങ്ങനെയാണ് കാണാതെ പോകുന്നത്, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കാണില്ലേ എന്ന് തന്നെ അനുചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അനുചേച്ചിയുടെ ആ വാക്കുകളിൽ ഒരു പുഞ്ചിരിയോടെ ഞാൻ സമ്മാനിച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കി അനുചേച്ചിയും ഞാനും കൂടെ അങ്ങനെ മാറി നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. ആ നിമിഷം അനുചേച്ചി അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ കടലിൽ കിടന്ന ആ ഒരു ഡ്രസ്സ് കൂടി എടുത്ത് അനുചേച്ചി കാണിച്ചു. ഇതാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റുന്ന സാധനമാണ്. പെട്ടെന്ന് അനുചേച്ചി കണ്ട സമയത്ത് തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതൊന്നും ഈ ഗ്രാമത്തിലാരും ഇടാറില്ല. പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വെസ്റ്റേൺ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ട് ആ രീതിയിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അനുചേച്ചിയും അത് കണ്ടാണ് ഒന്ന് അത്ഭുതപ്പെട്ടു പോയത്. പെട്ടെന്ന് അനുചേച്ചി എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു, എടാ ഇതൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ഞാൻ സമാധാനിപ്പിച്ചു കൊടുത്തു, ഒരു പ്രശ്നമില്ല, ഞാനല്ലേ കൂടെ, ഇട്ട് നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, എല്ലാം ഇങ്ങനെ മാറ്റി വെക്കരുതേ, നമുക്കെല്ലാം ഒരേ ജന്മം മാത്രമല്ലേ ഉള്ളൂ, ഇതൊക്കെ പിന്നെ ഈ സമയത്ത് ആഘോഷിക്കാനാണ്, ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കണം
എന്ന് മാത്രം ഞാൻ അനുജിയോട് പറഞ്ഞു. എൻ്റെ വാക്കുകൾ അനുജിക്ക് ഒരുപാട് പ്രചോദനം തരുന്ന പോലെ എനിക്ക് തോന്നി. ആ സമയം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നോക്കിക്കൊണ്ടേ നിന്നു. അപ്പോൾ തന്നെ അനുജിക്ക് ഒരു മോഹം മനസ്സിലുദിക്കുന്നതൊക്കെ എനിക്ക് തോന്നി. പുതിയ പുതിയ ആഗ്രഹങ്ങൾ, ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം, പിന്നെ യാത്രയും, അത് എനിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി. ഇനിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. പിന്നെ കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.